ആദരണീയരെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ തലയിൽ വേറെ രണ്ട് ഉത്തരവാദിത്തം ഈ ശ്രീകുമാർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു മുഖ്യ പ്രഭാഷണമുണ്ട്, നാളെ ഒരു സമാപന ഭാഷണമുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ പറയുക? ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ ഭാഷ, മലയാള ഭാഷ എത്രമാത്രം പുതിയ ജ്ഞാന പദ്ധതികളെ, നിലനിൽക്കുന്ന പദ്ധതികളെയും വൈദേശികവും ഭാരതീയവുമായ ജ്ഞാന പദ്ധതികൾ ഉൾക്കൊള്ളാൻ പര്യാപ്തമായിട്ടുണ്ട് എന്ന് വിശകലനം ചെയ്യാനുള്ള ഒരവസരമാണിത്. അതോടൊപ്പം പുതിയ ജ്ഞാന പദ്ധതി ഒരു രാജ്യം സ്വതന്ത്രമായിത്തീരുന്നത് എപ്പോഴും സ്വതന്ത്രമായ ചിന്ത അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടോ എന്നതിനനുസരിച്ചാണ്. അത്തരം ചിന്തകൾ നമ്മുടെ ഭാഷകളിലും വ്യത്യസ്തമായ മാതൃഭാഷകളിലും ഒരു പരിധി വരെ ഹിന്ദിയിലും ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പുതിയ ജ്ഞാനപദ്ധതി ഉണ്ടാകുമ്പോഴേ പുതിയ ഭാഷ വളരുള്ളൂ. എന്ത് ജ്ഞാനപദ്ധതിയാണ് നാം ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മേ ബി ഇൻഡിപെൻഡൻസിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളായിട്ടുണ്ടാക്കിയ ജ്ഞാനപദ്ധതി എന്താണ്? ഇത് എപ്പിസ്റ്റമോളജിയുടെ ഭാഗമാണ്. പഠനത്തിൽ എപ്പിസ്റ്റമോളജിയിലാണ് വരിക. ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ നമ്മുടെ രാജ്യ ആന ചേന എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു എന്ന്, ജ്ഞാനപദ്ധതി എന്ന് പറയുന്നത് വെറും ഒരു അന്വേഷണം മാത്രമല്ല, നാം ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് സവിശേഷമായ രീതിയിൽ ഈ ലോകത്തെ നോക്കിക്കാണാനും, പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അതിനെ വ്യാഖ്യാനിക്കാനും സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അത്തരത്തിലുള്ളൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. അത്തരം ഒരു ചർച്ച കൂടി ഇവിടെ നടക്കണം. ഒരുപക്ഷെ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് ആ മേഖലയിൽ. അത് എനിക്ക് അവസരം കിട്ടുമ്പോൾ പറയാം. ഇവിടെ മുഖ്യപ്രഭാഷണത്തിന് വേദിയാണിത് ഇപ്പം ഇനി നടക്കാനുള്ളത്. അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വിലങ്ങുതടിയായി നിൽക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് എനിക്ക് വല്ലാതെ ബേജാറായി കേട്ടോ. ഞാൻ വിചാരിക്കും ഞാൻ ഇത്ര വലിയ ആളാണ് ശിവകുമാർ. ഞാനൊരു ഫോക്ലോറിസ്റ്റ്, അതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്ക് സംശയം. പക്ഷെ അല്ലാന്നൊന്നുമില്ല. ഞാനിപ്പോൾ ലോകത്തെ ഏറ്റവും എളിയ യങ്ങസ്റ്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ്, മുളയിലേ കരിഞ്ഞു പോകാൻ പോകുന്ന ഒരു ഡിസിപ്ലിനാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. ആ ഡിസിപ്ലിൻ, ആ ശാഖ ഇല്ലാതാവുകയാണെന്നല്ലേ. അതിൽ വ്യാപരിക്കുമ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സാമ്പത്തികവും രാഷ്ട്രീയവും ആയ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഇതിൽ എന്തിനാണ് ഇങ്ങനെ ഈ പാതകം ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഈ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നൊരു വിഷയം കുറെ കാലമായിട്ട് ഞാൻ അതിലാണ്. അത് ഈ ഫോക്ലോറിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഞാൻ ജ്ഞാനപദ്ധതിയെ, ഈ ശാസ്ത്രത്തിലേക്ക് ഞാൻ നീങ്ങേണ്ടി വന്നതാണ്. അത് ആ ജ്ഞാനശാസ്ത്രത്തിലേക്ക് നീങ്ങിയപ്പോൾ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. ജ്ഞാനശാസ്ത്രം എപ്പിസ്റ്റമോളജിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല.
ആരും തുടങ്ങൂല, സംശയിക്കണ്ട. അപ്പോൾ അത്തരം വിഷയങ്ങൾ സംസാരിക്കാനുള്ള ഒരു വേദിയും കൂടിയാണിത് എന്ന് ഞാൻ കരുതുകയാണ്. അത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് മറ്റ് വേളകൾ സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വേണ്ടാതെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്ന്. കാരണം വയസ്സായ മൂലക്കിരിക്കാൻ സമ്മതിക്കാതെ ചെയ്താൽ എന്ത് ചെയ്യുന്നത്? അതാ പറഞ്ഞു, ഞാൻ രാവിലെ വേറൊരു പണിയെടുത്തിട്ടാണ് വരുന്നത് ഇവിടെ. അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർക്ക്ഷോപ്പിൽ 2 മണിക്കൂർ 8 മണി മുതൽ 10 മണി വരെ ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ ഈ പണിക്ക് വരുന്നത്. നാളെയും ഉണ്ടത്. അപ്പോൾ ഈ വയസ്സായാലും വിടൂല നിങ്ങൾ എന്നാണ്, സ്വസ്ഥായിരിക്കുക. അതൊരു സന്തോഷമാണ്. വെറുതെ ഏതായാലും നന്നായി. ശ്രീകുമാറിൻ്റെ ഒരു സന്മനസ്സാണത്. ശ്രീകുമാരനെ വേണ്ടത്ര ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് പഴയ കാലത്ത്. അതിൻ്റെ ഒരു പകരവും കൂടിയാണ്, പകരം വീട്ടലാണ് എന്നാണ്. എൻ്റെ സ്റ്റുഡൻ്റ് ആവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ ശ്രീകുമാറെ? എൻ്റെ കയ്യിൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് അനുഭവിച്ച ആളാണ് ശ്രീകുമാർ. അതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും നമുക്ക് വളരെ വിശദമായി നമുക്ക് ഈ വിഷയം കുറേയും കൂടി ഇൻസൈറ്റോടെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇതോടെ അവസാനിക്കില്ല. ഈ 2 ദിവസം അവസാനിക്കില്ല. ഇനി അങ്ങോട്ടേക്ക് ഇത് പോകണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന് ഉണ്ടാവുന്ന തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത് വരുന്നത് കേട്ടോ. നമുക്ക് ആശയവിനിമയം നടത്താൻ തടസ്സങ്ങൾ വന്നു പെട്ടിരിക്കുന്നു എന്നും അതിനെ എങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന ഒരാലോചനയാണ് ഇത് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.